ഹായ് ഫ്രണ്ട്സ്, മിനിഞ്ഞാന്ന് കൊണ്ട് മൈലാഞ്ചിയില അരച്ച് ചേച്ചി ഇന്നലെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ വൈകുന്നേരം ആയപ്പോഴത്തേനും ചുറ്റും കൂടിയിരുന്നിട്ട് ഇടാൻ തുടങ്ങി കേട്ടോ. ഇതിനകത്ത് വേറെ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ, മൈലാഞ്ചിയില മാത്രം ഇച്ചിരി വെള്ളം കൂട്ടിയിട്ട് അരച്ചെടുത്തതേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ ഈ മൈലാഞ്ചി. കുറച്ച് നേരം വെച്ചപ്പോഴേ നല്ല കളർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞിപ്പെണ്ണിനും ഒരുപാട് ഇഷ്ടമായി കേട്ടോ. ഞങ്ങളുടെ കൂടെ ചേർന്ന് അവളും ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇന്ന് കാലത്തേക്ക് ഞാൻ ഉണ്ടാക്കിയത് ബ്രെഡ് ഉപ്പുമാവായിരുന്നു. കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റും കൊടുത്തു, സ്കൂളിലും വിട്ടിട്ട് വന്നു കേട്ടോ. അത് കഴിഞ്ഞ് കുഞ്ഞിപ്പെണ്ണിനെ റെഡിയാക്കി അവളെ നഴ്സറി കൊണ്ടുപോയി വിട്ടു കേട്ടോ. ഇന്ന് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ക്യാബേജ് തോരനും വെച്ചു, കഞ്ഞിയും വെച്ചിട്ട് ഞാൻ പോകാൻ വേണ്ടി റെഡിയായി. ഇന്ന് ഞങ്ങളുടെ ലേ ഔട്ടിൽ കുറച്ച് ഫ്രൂട്ട്സുകളുടെ ചെടികൾ നടാനുള്ള അതിൻ്റെ മീറ്റിംഗ് ആണ് കേട്ടോ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവർ വന്നപ്പോൾ ഒരുപാട് ഫ്രൂട്ട്സിൻ്റെ ചെടികൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് കുട്ടികളുമായിട്ടാണ് കേട്ടോ ഇവർ വന്നത്. അങ്ങനെ കുട്ടികളും ഞങ്ങളും ഒക്കെ ചേർന്നിട്ട് ചെടികളൊക്കെ നട്ടു. ഇന്ന് മുഴുവനും നല്ല മഴയായിരുന്നു, എന്നാലും അതൊന്നും നമ്മളെ ബാധിച്ചില്ല കേട്ടോ. ഞങ്ങളങ്ങനെ ഒരുപാട് ചെടികളൊക്കെ നട്ടു. മാവും പ്ലാവും ബാദാമെന്നും പറഞ്ഞിട്ട് ഒരുപാട് ചെടികളുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ കുറച്ച് ഇലകൾ പറിച്ചെടുത്തു. ഈ മഴക്കാലത്ത് കഴിക്കാനുള്ള ചില ഇലച്ചെടികളുണ്ട് കേട്ടോ. എനിക്കിതൊന്നും ഉണ്ടാക്കാൻ അറിയില്ലേ. ഞാൻ വീട്ടിൽ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടാണ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പെൺകുട്ടി എന്നെ വിട്ടില്ല കേട്ടോ. എൻ്റെ നെയ്ബറാണ്. അപ്പോൾ അവർ ഫാമിലിയൊക്കെ കൂടെ ഞങ്ങൾ ഹോട്ടലിൽ പോയി. ആദ്യം സലാഡ് വന്നു. സൂപ്പ് കുടിച്ച് തീർന്നപ്പോഴത്തേനും ലെമൺ ചിക്കൻ വന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ ഓരോന്ന് വന്നുകൊണ്ടുണ്ടായിരുന്നു കേട്ടോ. ചിക്കൻ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേനും പൊറോട്ട വന്നു. അത് കഴിഞ്ഞ് പിന്നെ ചപ്പാത്തി വന്നു. അവസാനം ജീറ റൈസും വന്നു. പിന്നെ ഐസ്ക്രീമും കൂടെ വേണമെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത് എനിക്ക് കുട്ടികളെ കൊണ്ടുവരാൻ സമയമാവുന്നു. പിന്നെ ഞങ്ങൾ വീട്ടിലോട്ട് വന്നു. ഇന്ന് മുഴുവനും മഴ തന്നെ. അപ്പോൾ ബൈ ഫ്രണ്ട്സ്, നാളെ കാണാം.